പശുപതി, പാർവതി എന്റെ ടീം ആ ക്യാരക്ടർ ബ്ലെൻഡ് ചെയ്ത് ഈ സിനിമ ഒരിക്കലും നമുക്ക് പാർവതിനെ കണ്ടു അല്ലെങ്കിൽ പറഞ്ഞ വിക്രത്തെ കണ്ടു പറയാൻ പറ്റില്ല. ക്യാരക്ടറെ തട്ടിയൊക്കെ ബ്ലെൻഡ് ചെയ്തതാണ്. പിന്നെ ബിജി ഒക്കെ നൈസായിരുന്നു. കുറച്ച് ഹൊറർ എലമെന്റ്സ് പോലെ ഉണ്ട് റിലേറ്റീവ് അത്രോളം എനിക്ക് ഇൻട്രോലായിട്ട് എനിക്ക് ഇങ്ങനെ കൺഫ്യൂസ് ആയിരുന്നു. കാരണം എങ്ങോടെ കഥ പോകുന്നത് നമുക്കൊരു പിടി കിട്ടുന്നില്ല. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ എത്തിയിരുന്നുള്ളതാണ്. ഇപ്പൊ ഒരു മാസ് ആക്ഷൻ അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ് പ്രതീക്ഷിച്ചാൽ കുറച്ച് ക്ലാസിക്കൽ സ്റ്റഫാണ് എനിക്ക് ഇതിൽ എത്തിക്കാത്ത ഫീൽ ചെയ്തത്. അല്ല, ഏകദേശം അതേ അഭിപ്രായം തന്നെയാണ്. കാരണം ഈ ഒരു പടം കാണാൻ പോകുമ്പോൾ നമ്മൾ ഒരിക്കലും എന്താ പറയുക ഒരു മുൻധാരണയായിട്ട് നമ്മൾ പോരുതെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഈ പടം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഏത് പടം കാണാൻ പോകുമ്പോൾ ഓപ്പൺ മൈൻഡ് ആയിട്ട് പോവാ. നമ്മൾ ഒരു മാതൃകൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ നിരാശ സംഭവിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഒരു പുതിയ രീതിയിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ ആണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് സിനിമ കാണുന്നവരിൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഡിറ്റിംഗ് പാറ്റേൺ. അത് സിനിമയുടെ ഗ്രാമർ പിന്തുടരാത്തതുകൊണ്ടാണ്. സിനിമയ്ക്ക് ഇന്നൊരു ഈ ഗ്രാമറുകൾ പൊളിച്ചെഴുതാൻ പലരും ഉള്ളത് കൊണ്ടാണ് നമുക്ക് പുതിയ